ജിൻഡോ ഫാൻ ആർമിക്ക് ഇന്നലത്തെ എപ്പിസോഡ് വല്ലാതെ തകർന്നു പോയ തരത്തിലുള്ള ഒരു എപ്പിസോഡായിരിക്കാം. അവർക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടിയായിരിക്കാം. കാരണം ജിൻഡോയും ജാൻമണിയും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് അവിടെ സ്പ്ലിറ്റ് ആവുകയായിരുന്നു. രണ്ടും രണ്ട് വഴിക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ബിഗ് ബോസിന്റെ ആരാധകരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ഹരം നൽകിയ ഒരു എപ്പിസോഡായിരുന്നിരിക്കാം ഇന്നലെ. ബിഗ് ബോസിന്റെ എല്ലാ വീക്കെൻഡിലും അവസാനം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആരാധകരുണ്ട്. ഒരു മത്സരാർത്ഥികളുടെയും പക്ഷം പഠിക്കാതെ ബിഗ് ബോസിന്റെ ഫാനായിട്ട് മാറിയവർക്ക് വേണ്ടിയിട്ട് അവർക്കുള്ള ഒരു നല്ല അടിപൊളി ഗൂസ് ബംസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലെ. പക്ഷെ ജിൻഡോ തകർന്നു പോയിരിക്കുകയാണ്. അതിൽ ജിൻഡോ പറയുന്നത് എൻ്റെ കാല് നിലത്തുറക്കുന്നില്ല, എൻ്റെ കൈ അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിൽ അത്രയ്ക്ക് മോശമായിട്ട് വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ജിൻഡോ പോവുകയാണ്. കാരണം ജിൻഡോയുടെ നട്ടല് എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിച്ചു കൊണ്ടിരുന്ന ജാൻമണിയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ എവിക്ഷൻ പ്രോസസ്സിലൂടെ പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. ജാനു ആണെങ്കിലും ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കാല് പിടിക്കാം, എന്നെ അകത്തേക്ക് തിരിച്ചു വിട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന തരത്തിലുള്ള ഇതുവരെ ഒരു മത്സരാർത്ഥിയും അത്തരം വൈകാരികമായ ഒരു മുഹൂർത്തത്തിലൂടെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ജിൻഡോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ജാനു ആ വീട്ടിൽ നിന്ന് പോകുമെന്നുള്ളത്. ജിൻഡോ പറഞ്ഞതും അത് തന്നെയാണ്. അഭിഷേകിനോട് പറയുകയുണ്ടായി, നീ പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ജാനു പോകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല എന്ന് പറയുന്നത് ജിൻഡോയുടെ ഒരു ഗെയിമിനെ ഇനി താഴ്ത്തുമെന്നുള്ള ഒരു വിഷമം കൊണ്ടിട്ട് തന്നെയാണ് ജിൻഡോ കരയുന്നതെന്ന ജിൻഡോയുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ജാൻമണിക്കാണെങ്കിലും തിരിച്ചു പോയി അവരുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നതിൽ രണ്ട് ഭാഗത്തു നിന്നും ചിന്തിക്കാം. ഒന്നെങ്കിൽ ജാൻമണിക്ക് ആ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ, അവരുടെ ലൈഫിൽ നിന്നുണ്ടാവുന്ന ഒരു ഒറ്റപ്പെടലിൽ അത്രയും പേരുടെ ആളുകളുടെ നടുക്ക് നിന്നിട്ട് അവരെ മറ്റ് ഹൗസ്മേറ്റ്സ് എല്ലാവരും തന്നെ ഭയങ്കരമായി പാമ്പർ ചെയ്തിട്ടാണ് കൊണ്ടുനടന്നിട്ടുള്ളത്. കൂടെ ഒരു എതിരാളി എന്നോ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി എന്നുള്ളതിനപ്പുറം ആ വീട്ടിലെ ഒരു അംഗം അല്ലെങ്കിൽ ആ ഒരു ക്വീൻ എന്നുള്ള ഒരു സ്ഥാനത്ത് ഒരു കൂട്ടം ആളുകൾ അവരെ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തെറ്റ് ചെയ്താലും ഇത്ര മോശമായിട്ട് അവിടെ സംസാരിച്ചാലും അതിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന തെറ്റിനെയൊക്കെ ന്യായീകരിച്ച് കൂടെ നിർത്തുന്ന ഒരു തരം പ്രവണത ആ വീട്ടിലുണ്ടായിരുന്നു. അത് ജാൻമണി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ളവരെ ഭരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും ജാൻമണി മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആ ഒരു പവർ എന്നുള്ള ആ ഒരു സംഭവത്തിൽ അഡിക്റ്റഡ് ആയിരുന്നു ജാൻമണി. അതുകൊണ്ടിട്ട് തന്നെ ജാൻമണിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകാനായിട്ട് അത്രയ്ക്ക് വിഷമം വന്നു എന്നുള്ളതിൽ ഒരു അത്ഭുതം തോന്നുന്നില്ല. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 42ാമത്തെ എപ്പിസോഡാണ്. 41ാമത്തെ ഡേ ആണ്. 20 മത്സരാർത്ഥികളാണ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ജാൻമണി ഔട്ടായതിനു ശേഷം ഇപ്പോൾ 19 മത്സരാർത്ഥികളാണ് ആ വീട്ടിലുള്ളത്. ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡുകൾ വന്ന സമയത്ത് ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരിലേക്ക് അവർ തന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് പിന്നീട് മാറി മാറി വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. വൈൽഡ് കാർഡ്സ് വരുന്ന സമയത്ത് ഓരോരുത്തരും ഇന്ന ആളുകളാണ് ആ വീട്ടിലേക്ക് കയറുന്നതെന്ന് പറയുമ്പോൾ പ്രേക്ഷകരെ ജഡ്ജ് ചെയ്ത് വെച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്ന ആളാണെങ്കിൽ ഇങ്ങനെ കളിക്കും എന്നുള്ളത്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മാസ് പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു സിബിൻ. സിബിന്റെ മാസ് വല്ലാതെ കൂടിപ്പോയിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡ്. അതിനുള്ളത് ലാലേട്ടൻ കണക്കിന് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് ബിഗ് ബോസ് പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് ഒരു നല്ല ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു എന്നുള്ളത്. സിബിൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് തന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ആദ്യം വന്ന ഒരു 2-3 ദിവസത്തിലേക്ക്. ആ ഒരു വ്യക്തിത്വത്തെ അടിയറവ് വെക്കുന്ന തരത്തിൽ സ്വന്തം സെൽഫ് റെസ്പെക്ട് കളഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു രീതിയിൽ നിന്നിട്ടാണ് സിബിൻ ആ വീട്ടിൽ കഴിഞ്ഞൊരു വീക്ക് കളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പവർ റൂം എന്ന് പറയുന്ന ആ ഒരു പവർ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ സിബിൻ എൻറ്റയർലി മാറുകയായിരുന്നു എന്നതാണ് പറയുന്നത്. സിബിൻ്റെ ഫാൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ സിബിന് പക്ഷം പിടിക്കുന്ന ആരാധകർ പോലും കഴിഞ്ഞ ദിവസം സിബിൻ ആ വീട്ടിൽ ചെയ്ത് കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സിബിനെതിരെ തിരിയുന്ന ഒരു സിറ്റുവേഷനൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഗെയിം കളിക്കും, നല്ലൊരു എന്റർടൈനർ ആകും എന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ് സിബിൻ ആ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ വാക്കുകളൊക്കെ തെറ്റിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഇപ്പോൾ സിബിൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ അതിൽ കൊലമാസായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര നല്ല രീതിയിൽ സിബിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയും എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഡീറ്റെയിൽ ആയിട്ട് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ലാലേട്ടൻ അവിടെ ഡിസ്കസ് ചെയ്യുകയും സിബിൻ പുറമെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നതായി കാണിക്കുന്നില്ലെങ്കിൽ പോലും ഉള്ളിലൊരു ഇത് കാണുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
അതുപോലെ സിബിൻ്റെ കുറേ അന്തം ആരാധകർ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിബിന് കൊടുത്ത ഒരു പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡ് മുഴുവനായിട്ടും സിബിൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. സിബിൻ്റെ കുറച്ച് ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സിബിൻ ശ്രമിക്കുന്ന കുറച്ച് രീതികൾ, ജിൻഡോയെ പല കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മുമ്പത്തെ ഒരു മോർണിംഗ് ടാസ്കിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മുടിയനോടും സിബിൻ ഒരു ഡയലോഗ്സ് എന്താണ് നീ പറയേണ്ടത് എന്നുള്ള 2-3 ഡയലോഗ്സ് പറഞ്ഞ് പഠിപ്പിക്കുകയും മുടിയൻ അതുപോലെ തന്നെ അവിടെ പോയിന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ജിൻഡോയ്ക്കും ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നോറയ്ക്ക് ഒരു പണിഷ്മെന്റ് ടാസ്ക് കൊടുത്തിട്ട് അത് പൂർത്തീകരിക്കാനായിട്ട് നോറയെ സമ്മതിക്കാത്തത്, ഇത്തരം കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം അവിടെ ഇട്ട് കാണിച്ചു കൊടുത്ത് മറ്റുള്ള വീട്ടിലുള്ള ആളുകളെയും ബോധ്യപ്പെടുത്തുകയായിരുന്നു സിബിൻ ആ വീട്ടിൽ ചെയ്യുന്ന മാനിപ്പുലേഷൻസ് എന്താണെന്നുള്ളത്. അതുപോലെ മെലോ ഡ്രാമ സ്കിറ്റ് ചെയ്തിരുന്ന ഒരു സമയത്ത് അതിൻ്റെ ജഡ്ജ്മെന്റ് ഒരിക്കലും ഒരു ഫെയർ ആയിരുന്നില്ല എന്നുള്ള തരത്തിൽ ആ വീട്ടിലുള്ള ചിലർക്കും അതുപോലെ പുറത്തുള്ള കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കും ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അഭിപ്രായത്തെ ബേസ് ചെയ്തുകൊണ്ടിട്ട് ലാലേട്ടൻ അതിനെ പറ്റി ചോദിക്കുകയും അപ്പോൾ അവിടെ കൊണ്ട് തന്നെ അതിലെ ഒരു കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ചില ചരട് വലികളെ പറ്റി മനസ്സിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സിബിൻ പറഞ്ഞൊരു കാര്യമാണ്, ക്വാളിറ്റി ഇല്ലാത്ത കുറച്ച് ആളുകൾ ഈ വീട്ടിലുണ്ട്, അവരെ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ സീസൺ ഭംഗിയാകും എന്ന് പറഞ്ഞിട്ട് സിബിൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനെയൊക്കെ എടുത്തുകൊണ്ടിട്ട് ലാലേട്ടൻ ചോദിക്കുകയായിരുന്നു. അപ്പം ലാലേട്ടൻ പറഞ്ഞത് ജാസ്മിനെതിരെ ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തെ എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ട് അങ്ങനെയെങ്കിൽ സിബിൻ എന്ത് ക്വാളിറ്റിയാണുള്ളത്, സിബിൻ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ പാകത്തിന് എന്ത് ഗുണമാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് സിബിനെ വല്ലാണ്ട് മെന്റലി തളർത്തുകയാണ് ഉണ്ടായത്. ഇത്തവണത്തെ എവിക്ഷൻ പ്രോസസ്സിലേക്ക് സിബിനെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ പവർ റൂമിൽ നിന്ന് സിബിനെ പുറത്താക്കുകയുമായിരുന്നു ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പണിഷ്മെന്റ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ജാസ്മിനെതിരെ ചെയ്ത ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഈ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിനുശേഷം സിബിൻ എന്നാൽ പിന്നെ കട്ടിലിൽ പോയിരുന്ന് കുറച്ചു നേരം വിശ്രമിക്കാം, പവർ റൂമിൽ പോയിരുന്ന് ഇനിയുള്ള 2 ദിവസം ഉണ്ടല്ലോ, ശനി ഞായറും കിട്ടുമല്ലോ, അതുവരെ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസിന്റെ വക അടുത്ത അനൗൺസ്മെന്റ്, സിബിൻ പവർ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്ഥിതിക്ക് പവർ റൂമിൽ നിന്നും പുറത്താക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സമയത്ത് സിബിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു റെസ്പോൺസും കാര്യങ്ങളും കാണുമ്പോൾ വല്ലാണ്ട് തകർന്നു പോയ ഒരു മനുഷ്യന്റെ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നത്. സിബിൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഹൗസ് മേറ്റ്സിന്റെ മുമ്പിലും പ്രേക്ഷകരുടെ മുമ്പിലും തോറ്റുപോയി എന്നുള്ളൊരു ഫീലാണ് സിബിൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ചെയ്തു പോയ തെറ്റിനെ പറ്റിയിട്ട് ഒരിക്കൽ പോലും ഗിൽറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് സിബിൻ കാണിച്ചിട്ടേ ഇല്ല. ആ ഒരു സമയത്ത് ഋഷി അവിടെ ചെന്ന് നിന്ന് കരയുന്നുണ്ട്, പലതും പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്, പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഒരു ഗെയിം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഋഷി, ജാൻമണി, അൻസിബ, ശ്രീരേഖ, ശരണ്യ അവരൊക്കെ ആ വീട്ടിൽ ഒന്നും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അവരെയൊക്കെ എന്തുകൊണ്ട് വോട്ട് ചെയ്ത് അവിടെ പ്രേക്ഷകർ പിടിച്ചു നിർത്തുന്നു എന്നുള്ളത് അറിയില്ല. ഋഷിയാണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഒരു മൈൻഡ് ഗെയിമോ കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, പിന്നെയും കുറച്ച് ഫിസിക്കൽ ഗെയിമിൽ ആക്റ്റീവ് ആണ്. പക്ഷേ അൻസിബ ഫിസിക്കലി മെന്റലി ഒട്ടും ഒരു ഗെയിം അവിടെ കാണിക്കുന്നില്ല. മൊത്തത്തിലൊരു മൂലയ്ക്ക് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അൻസിബയൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പവർ റൂം ഇത്തവണ കയറിയ സമയത്ത് ജനാധിപത്യമായിരിക്കും ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പവർ റൂമിന്റെ ഭാഗത്തുനിന്നുണ്ടായ കുറെ പിഴവുകളെ പറ്റിയിട്ട് ലാലേട്ടൻ എടുത്തെടുത്ത് ചോദിക്കുകയുണ്ടായിരുന്നു. സിബിന്റെ വാലായിട്ട് പവർ ടീം മാറുന്നതിനെ പറ്റിയിട്ടും അതുപോലെ ജിൻഡോ സിബിന്റെ ഒരു കൂലിപ്പടയാളിയായിട്ട് മാറുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ വീട്ടിലുള്ളവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജാൻമണിക്കെതിരെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നോറയ്ക്ക് കൊടുത്തൊരു വിലക്കുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തെ ലാലേട്ടൻ അവിടെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ച് അവർക്ക് മനസ്സിലാക്കി പാകത്തിന്, അതുപോലെ നോറയ്ക്ക് അവിടെ ഒരു സപ്പോർട്ടും ഒരു സ്പേസും കൊടുക്കുന്ന രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ജാൻമണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാമ്പറിങ്, ജാൻമണിയെ ഒന്നും ആരും പറയാൻ പാടില്ല എന്ന് പവർ റൂമിന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഇതിൽ ജാൻമണിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പാമ്പറിങ്ങിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ അവിടെ ചോദിക്കുകയുണ്ടായി. നോറ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വാല്യുബിൾ ആണ് ആ വീട്ടിലെ എന്നുള്ളത് പ്രേക്ഷകർക്കും തോന്നുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ നോറ, ജാസ്മിൻ പോലുള്ളവരൊക്കെ പറയുന്ന സമയത്ത് അതിനെ അടിച്ചിരുത്തുന്ന ഒരു സിറ്റുവേഷനാണ് പവർ റൂമിന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. നോറയും ജാസ്മിനും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിനെ എന്ന് അല്ലെങ്കിൽ വില കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു തരം നിലപാടാണ് പവർ റൂം ഈ ഒരാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ ചോദിക്കുകയും അതിനൊക്കെയുള്ള ഉത്തരങ്ങളൊക്കെ കിടന്ന് മെഴുകുന്ന തരത്തിലുള്ള പെർഫോമൻസ് ഒക്കെ ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ശരണ്യയും സിബിനൊക്കെ നല്ല രീതിയിൽ മെഴുകി ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ജാൻമണിയൊന്നും കാര്യമായിട്ട് ആ ഒരു സമയത്തൊന്നും അവർക്കതൊന്നും പറയാനില്ല. കാരണം അവരൊരിക്കലും ആ ഒരു ഗെയിം കളിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. അതെന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും ജാൻമണിക്ക് അറിയില്ല. ജാൻമണിക്ക് തൻ്റെ ഡെയിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ നടത്തണം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കണം,
ജിൻഡോ ചേട്ടൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതല്ലാതെ അതിനപ്പുറം ജാൻമണിക്ക് ആ വീട്ടിലൊരു ഗെയിം കളിക്കണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവും ഉള്ളതായിട്ട് പ്രേക്ഷകർക്കും ഫീൽ ചെയ്യുന്നില്ല. അതിനുശേഷം എവിക്ഷൻ പ്രോസസ്സിലേക്ക് വന്ന സമയത്ത് ജാൻമണി ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഔട്ടായിരുന്നത്. പക്ഷേ ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ഇന്നത്തെ അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഒരാൾ കൂടി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്, ഒരാളല്ല ഈ ആഴ്ച പോകുന്നത് എന്നുള്ളത് ലാലേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാൻമണി പുറത്തു പോകുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നതും കുറേ ആശ്വാസവാക്കുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പലരുടെയും ആ ഒരു എക്സ്പ്രഷനിൽ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്തിട്ടില്ല. ഒരു രീതിയിലുള്ള എക്സ്പ്രഷൻ ഇടാതെ മാറി നിന്നവരുണ്ട്. അങ്ങനെയുള്ളവർ തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം ജാൻമണി ചെയ്ത കാര്യങ്ങളെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ പോലും ആ ഒരു സമയത്ത് വല്ലാതെ കരഞ്ഞു കൂകി വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. പക്ഷെ അതിലൊരു ആത്മാർത്ഥതയും പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നതാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ പലരും ഇപ്പോഴും അവിടെ ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖം മൂടി ധരിച്ചിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് സ്വിച്ച് ചെയ്തുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഒരു ഇതാണുള്ളത്. അപ്പോൾ ഒരു പടിയിറക്കത്തിൻ്റെ ഒരു വൈകാരിക മുഹൂർത്തം തന്നെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കുറേ എന്തൊക്കെയോ സർപ്രൈസുകളും കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് പ്രൊമോ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.